ഹലോ ഗായ്സ്, ഇന്ന് ഞായറാഴ്ചയായിട്ട് വൈകിട്ടേക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ നേരെ വിട്ടത് ലുല്ലിലേക്കാണ്. ലുല്ലിൽ എത്തിക്കഴിഞ്ഞ് ഏറ്റവും അടുപ്പാവുന്ന കാര്യം ഇതാണ് കേട്ടോ. പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ച് പോരാനും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങൾ കാത്തിരുന്ന് അങ്ങനെ കയറിയായിരുന്നേ അകത്തേക്ക് കയറിയപ്പോഴാണെന്നുണ്ടെങ്കിലോ നല്ല തിരക്ക്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പറയേണ്ട ആവശ്യമില്ല, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് അവിടേക്കൊന്നും ഞങ്ങൾ കയറില്ല. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണെങ്കിലും ഒരുപാട് ചോക്ലേറ്റ്സിന് നല്ല ഓഫർ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. 1-2 വാങ്ങിച്ചിട്ട് നമ്മൾ ബില്ലടിക്കാൻ നോക്കിയപ്പോൾ നല്ല ക്യൂ. അപ്പോൾ ക്യൂവിൽ നിന്ന് തന്നെ വീണ്ടും സമയം വൈകി. ഇപ്പം തന്നെ അകത്തേക്ക് കയറിയപ്പോൾ 9:30 മണി ആയിട്ടുണ്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉള്ളിൽ വരുന്നത്. അവർക്ക് റൈഡ്സിലൊക്കെ കയറ്റാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ വേഗം ഞങ്ങൾ പോയി അവരോരോ റൈഡ്സിലൊക്കെ കയറ്റിയായിരുന്നു കേട്ടോ. ഞങ്ങളും കയറിയായിരുന്നു റൈഡ്സിൽ. എനിക്ക് പക്ഷേ പേടിയായി അതിൽ കയറി കയറി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തലറുകയായിരുന്നു. പക്ഷേ അച്ഛനമ്മ ഒന്നിനും കയറില്ല കേട്ടോ. അവർക്ക് അതൊക്കെ എല്ലാം കണ്ട് പേടിയാവണം. അവരെല്ലാവരും അവിടെയൊക്കെ നടന്ന് കണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഐസ്ക്രീമും അതുപോലെ വെള്ളമൊക്കെ കഴിച്ച് അവിടെ ഞങ്ങൾ മാറിയിരുന്നായിരുന്നു. പിന്നെ അച്ഛനും മോനും അവിടെ റൈഡ്സിലൊക്കെ കയറി നടപ്പുണ്ടായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന വഴിക്ക് ചോളം പുഴുങ്ങിയതൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ തിന്നായിരുന്നേ. അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. താൽക്കിച്ചിലാണ് കയറിയത്. അവിടെ 24 hours ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഫുഡ് കിട്ടി. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ 1 മണി ആയിട്ടുണ്ടായിരുന്നു. കിട്ടിയതാണെങ്കിലും ഫ്രൈഡ് റൈസ് മന്തിയെല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പാലം കയറിയായിരുന്നേ. അവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്, നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.